രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാൻ, ധർമ്മത്തിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ സംക്ഷേപമായ ഒരു വർണ്ണന നാരദൻ വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. ആദ്യം ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഗുണങ്ങളുള്ളത് ആരെന്ന് ചോദിച്ചിട്ടാണ് നാരദൻ വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് അതിനെ ഒരു ഗ്രന്ഥമാക്കിയിട്ട് മാറ്റി കിളികളിൽ ഒരെണ്ണത്തിനെ എഴുതി വീഴ്ത്തിയത് കൊണ്ട് അത് ഒരു രാമായണ ഗ്രന്ഥമാക്കിയിട്ട് വാൽമീകി മാറ്റി എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗത്തിൽ ലവകുശന്മാർ രാമസദസ്സിൽ വന്നിട്ട് അത് പാടുന്നു. ആദ്യം മഹർഷിമാരുടെ സദസ്സിൽ പാടി, പിന്നീട് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നു രാമൻ ആ സദസ്സിൽ വെച്ചിട്ടും അത് പാടി എന്ന് പറഞ്ഞു. അതാണ് രണ്ടാമത്തെ ആഖ്യാനം. അപ്പോൾ ഈ ലവകുശന്മാർ വിസ്തരിച്ചിട്ട് തന്നെ അത് പാടണം. പാരിടമെല്ലാം ഈ രാമായണം പാടിക്കൊണ്ടേ നടക്കുകയാണ് അവർ. ആ ലവകുശന്മാർ പാടിയിട്ടുള്ള രാമായണം എന്താണ് എന്ന് വിസ്തരിച്ചിട്ട് തന്നെ കേൾക്കണം എന്ന് പറയുന്നു. തുടർന്ന് രാമായണത്തിൻ്റെ വിസ്തരിച്ചിട്ടുള്ള കഥാവിസ്താരം ആണ് 5-ാമത്തെ സർഗം മുതൽക്ക് പറയുന്നത്. മുഴുവനും കേൾക്കണം എന്ന് പറഞ്ഞു. ചുരുക്കി കേട്ടാൽ പോരാ, മുഴുവനും കേൾക്കണം. അങ്ങനെ കഥ വിസ്തരിച്ചിട്ട് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ആ ലവകുശന്മാർ വിസ്തരിച്ചിട്ടത് പറഞ്ഞത് എന്നാണെങ്കിൽ, കോസല രാജ്യം അതിൻ്റെ ഒരു ഭാഗമാണ് അയോധ്യ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അയോധ്യ പട്ടണം കോസല എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണത്. പിന്നെ ഇനി അവസാനേ കഴിയൂ, തുടക്കമേ ഉള്ളൂ. 12 യോജന നീളവും 3 യോജന വീതിയും ഉള്ള ഒരു രാജ്യമായിരുന്നു അത്. എന്നിട്ടാണ് തുടങ്ങുക. ആയതാദശ യോജനാനി മഹാപുരി ശ്രീമതി ത്രീണി വിസ്തീർണ സുവിഭക്ത മഹാപഥ. നന്നായി നനച്ച് വൃത്തിയാക്കി അലങ്കരിച്ചിരുന്ന പാതകൾ ഒക്കെ ഉണ്ടായിരുന്നു. ദാരിദ്ര്യം എവിടെയില്ല, ആർക്കും വിഷമമില്ല, വൈധവ്യമില്ല. അങ്ങനെ ദശരഥൻ ദേവേന്ദ്രന് തുല്യമായി വാണിരുന്ന ഒരു രാജ്യമായിരുന്നു അത്. മനോഹരമായിട്ടുള്ള കമാനങ്ങൾ, കവാടങ്ങൾ, ധാരാളം ശില്പികൾ ഒക്കെ അടങ്ങിയതും, പലതരത്തിലുള്ള യന്ത്രങ്ങൾ, സൂതന്മാർ, മാഗധന്മാർ മുതലായിട്ടുള്ളവരൊക്കെ ഉള്ളവരും, ഐശ്വര്യപൂർണമായിട്ട് സ്വർഗത്തിൽ ദേവേന്ദ്രൻ വാണ പോലെ ഉള്ള അയോധ്യ രാജ്യം വിളങ്ങിയിരുന്നു. കോസല രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം നല്ല ഭവനങ്ങൾ, വാദ്യങ്ങൾ, സംഗീതങ്ങളെല്ലാം അവിടെ മുഴങ്ങിയിരുന്നു. നല്ല സമർത്ഥന്മാരായിട്ടുള്ള യോദ്ധാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവും ഇല്ല. ധർമ്മിഷ്ഠന്മാരായിട്ടുള്ളവരോ ബലഹീനന്മാരായിട്ടുള്ളവരെയോ ബ്രാഹ്മണരെ മുതലായിട്ടുള്ളവരെ പോലെ സാത്വികന്മാരെയോ ആ യോദ്ധാക്കൾ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തില്ല. ശക്തിഹീനന്മാരെ രക്ഷിക്കുകയാണ് ചെയ്തത്. ആരൊക്കെ ബലഹീനന്മാരായിട്ടോ പാവങ്ങളായിട്ടുണ്ടോ സാത്വികന്മാരായിട്ടുണ്ടോ അവരെയെല്ലാം രക്ഷിച്ചുകൊണ്ടും, എന്നാൽ ശത്രുക്കളെയോ കനത്ത രീതിയിൽ നേരിടുകയും ചെയ്തിരുന്നു. അവിടെ ദയയില്ല. ശത്രുപക്ഷത്ത് അക്രമികളെ മുതലായിട്ടവരെ കനത്ത രീതിയിൽ ശിക്ഷിച്ചിട്ടും ബലഹീനന്മാരെ രക്ഷിച്ചുകൊണ്ടും ഉള്ള യോദ്ധാക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ദശരഥൻ മഹാരാജാവ് ഇന്ദ്രനെ പോലെ വാണിരുന്നു. വേദജ്ഞന്മാർ, പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ദീർഘദൃഷ്ടികളുള്ളവർ, വേദജ്ഞാനമുള്ളവർ, ശാസ്ത്രജ്ഞാനമുള്ളവരായിട്ടുള്ളവരൊക്കെ ആ സദസ്സിലുണ്ടായിരുന്നു.
എല്ലാ പൗരന്മാരും സംതൃപ്തരായിരുന്നു. ആർക്കും തന്നെ ദാരിദ്ര്യമുണ്ടായിരുന്നില്ല. ധനം, ധാന്യം മുതലായിട്ടതൊക്കെ സമൃദ്ധിയുള്ളവരുണ്ടായിരുന്നു. വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ നന്നായി അനുഷ്ഠിച്ച് സന്താനമില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പരിപൂർണ സന്തുഷ്ടത്തോടെ ധർമ്മിഷ്ഠരായിട്ട് വസ്ത്രാഭരണങ്ങളൊക്കെ നന്നായി ധരിച്ച് പട്ടിണി എവിടെയും കേൾക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. കള്ളന്മാരുണ്ടായിരുന്നില്ല. അഗ്നിഹോത്ര കർമ്മങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ നല്ല ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ശ്രീയോടുകൂടി എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടായിരുന്നു. ആരും തന്നെ ചെറുപ്പത്തിൽ മരിക്കുക എന്നുള്ള ദോഷമോ ദുഃഖമോ ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണരുണ്ടായിരുന്നു, വേദവിശാരദന്മാരുണ്ടായിരുന്നു. എപ്രകാരം സ്വയംഭൂമനു രാജ്യം ഭരിച്ചുവോ അതേപോലെ നല്ല നല്ല യോദ്ധാക്കൾ, ഉത്തമ തികഞ്ഞ ലക്ഷണങ്ങളുള്ള കുതിര, ആന മുതലായിട്ടുള്ളതെല്ലാം ഉണ്ടായിരുന്നു. ആനകളുടെ ചില വംശങ്ങളുടെ പേരൊക്കെ പറയും. അതായത് വാമനവംശം, മഹാപത്മം, അഞ്ജന, ഇതൊക്കെ നല്ല വംശത്തിൽപ്പെട്ട ആനകളുടെ പേരാണെന്നാണ്. ആനകളുടെ വെറൈറ്റികൾ ആർക്കും തന്നെ കീഴടക്കാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ട തഴുത്, മറ്റ് രക്ഷാ സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. തികഞ്ഞ മന്ത്രിമാരും ഉണ്ടായിരുന്നു. അമാത്യന്മാർ എന്ന് പറയപ്പെട്ട 8 പ്രധാനപ്പെട്ട മന്ത്രിമാർ, ദിഷ്ടി, ജയന്തൻ, വിജയൻ, സുരാഷ്ട്രൻ, രാഷ്ട്രവർദ്ധനൻ, അകോപൻ എന്നൊക്കെയാണ് 8 പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പേര്. സുമന്ത്രൻ ആണ് പ്രധാനപ്പെട്ട തേരാളി. അങ്ങനെ ആ തികഞ്ഞ അമാത്യന്മാർ, മന്ത്രിമാർ മുതലായിട്ടതോടുകൂടി ഈ 8 മന്ത്രിമാരോട് കൂടാതെയുള്ള മന്ത്രിമാരും ഉണ്ടായിരുന്നു. യാഗവും മറ്റ് കർമ്മങ്ങളോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വേണ്ട രീതിയിലുള്ള ആചാര്യന്മാർ, ഋത്തിക്കുകൾ എല്ലാം തികഞ്ഞിരുന്നു. വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി മുതലായിട്ടുള്ള പണ്ഡിതന്മാരും ശാസ്ത്രപണ്ഡിതന്മാരും പുരോഹിതന്മാരും അടങ്ങിയതായിരുന്നു ഈ ദശരഥൻ്റെ രാജസദസ്സ്. അസത്യം പറയുന്നവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. സത്യവാന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദുഷ്ടന്മാരോ ചൂഷണം ചെയ്യുന്നവരോ എത്ര കിട്ടിയാലും മതിയായില്ല എന്ന ദുരാഗ്രഹികളില്ല തന്നെ. അങ്ങനെ നല്ല വസ്ത്രധാരികളായിട്ടും സംഗീതം മുതലായിട്ടതൊക്കെ അഭ്യസിക്കുന്നവരും ആയിട്ട് സംഗീതമുഖരിതമായിരുന്നു. ഗുരുഭക്തിയുള്ളവരായിരുന്നു അവിടെ ഉള്ളവരെല്ലാം. നല്ല സദ്ഭരണം ദശരഥ മഹാരാജാവ് കാഴ്ചവെച്ചു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖം ദശരഥനുണ്ടായിരുന്നു. എല്ലാം തികഞ്ഞിട്ട് ആർക്കും ഉണ്ടാവില്ലല്ലോ. അത് പുത്രന്മാരില്ല എന്ന ദുഃഖമാണ്. അത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. 10-60 വയസ്സായതോട് കൂടിയിട്ട് 60,000 കൊല്ലം ജീവിച്ചു എന്നാണ് ഇവിടെ പറയണത്. ഈ 60 കൊല്ലം പുത്രന്മാരില്ലാത്തത് കൊണ്ട് 60,000 പോലെ തോന്നി എന്നെടുക്കാം എന്ന് ചിലർ പറയുന്നു. പണ്ടൊക്കെ ആയുസ് വളരെ അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 60,000 കൊല്ലവും പുത്രന്മാരില്ലാതെ എന്താണ് ഇതുകൊണ്ടൊക്കെ കാര്യം? ഇതിനൊക്കെ അവകാശി ആയിട്ടൊരാളില്ലല്ലോ എന്ന ദുഃഖം ദശരഥ മഹാരാജാവിനെ വല്ലാതെ അലട്ടി. അങ്ങനെ അനപത്യതാ ദുഃഖം ഉണ്ടായപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, അശ്വമേധയാഗം നടത്തണം. വസിഷ്ഠനെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇതിനൊരു പരിഹാരം? വസിഷ്ഠൻ, വാമദേവൻ, വ്യാപാരി മുതലായിട്ടുള്ളവരൊക്കെ ശാസ്ത്രം അറിയുന്നവരും പുരോഹിതന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവും, അങ്ങത് വിചാരിച്ച് ദുഃഖിക്കേണ്ട. അശ്വമേധയാഗം നടത്തുക. ആ അശ്വമേധയാഗത്തിൻ്റെ ഒരു ഭാഗമാണ് പുത്രകാമേഷ്ടി. പുത്രകാമേഷ്ടി മാത്രമല്ല കേട്ടോ നടത്തിയത്, അശ്വമേധമാണ് നടത്തിയത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പുത്രകാമേഷ്ടി വരിക. എന്നാൽ ഇനി ചോദ്യമില്ല, വേഗം അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ഉണ്ടാകും. സുമന്ത്രനോട് ഏൽപ്പിച്ചു. സുമന്ത്രൻ തേരാളിയാണ്. ചെയ്തതൊക്കെ പറഞ്ഞതൊക്കെ വളരെ വേഗം ചെയ്യുന്ന ആളാണ് സുമന്ത്രൻ. നാനാദിക്കിൽ നിന്നും അശ്വമേധയാഗത്തിന് വേണ്ട ആചാര്യന്മാരെ വരുത്തു. അതൊക്കെ സുമന്ത്രൻ വളരെ വേഗം വരുത്തി. അതിന് അശ്വമേധയാഗം നടത്തണം. ഈ പുത്രന്മാരില്ലാണ്ട് യാതൊരു സുഖവും എനിക്ക് ഇല്ല. എന്നാൽ അങ്ങനെ തന്നെയെന്ന് പറഞ്ഞ് ആചാര്യന്മാരെ വരുത്തി, പണ്ഡിതന്മാരെ വരുത്തി. കുതിരയെ അഴിച്ചു വിടണം. അത് വിജയകരമായിട്ട് ആരും പിടിച്ച് കെട്ടാതെ തിരിച്ചെത്തണം. എന്നാൽ മാത്രമേ അശ്വമേധം നടത്താനായിട്ട് പറ്റുള്ളൂ. ഒരുക്കങ്ങൾ ചെയ്തു. കുതിരയെ അഴിച്ചു വിട്ടു. സരയൂ നദിയുടെ വടക്ക് ഭാഗത്ത് യജ്ഞശാല പണിയണം. ആ യജ്ഞഭൂമി വേണ്ട പോലെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ശാന്തി കർമ്മങ്ങൾ ആരംഭിച്ചു. വിധിപ്രകാരം ഒരു ദോഷവും വരരുത്.
ദോഷം വന്നാൽ യജമാനായിട്ടുള്ള ദശരഥനാണ് അതിൻ്റെ ദോഷം വരിക. അപ്പം അതുകൊണ്ട് അത് പാടില്ല. ദശരഥ മഹാരാജാവ് ജയിക്കട്ടെ എന്ന് പറഞ്ഞു. പത്നിമാരോട് ദീക്ഷ എടുക്കാൻ വേണ്ടി പറഞ്ഞു. പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ട് അശ്വമേധം വേണം, അതിൻ്റെ ഭാഗമായിട്ട് പുത്രകാമേഷ്ടി നടക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞു. ആ കുതിരയെ വിജയകരമായിട്ട് തിരിച്ചെത്തണമല്ലോ, നാലേ യാഗം നടക്കുള്ളൂ. ആരും പിടിച്ച് കെട്ടാനില്ല. കാരണം എല്ലാവരും ദശരഥ മഹാരാജാവിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ സുമന്ത്രൻ ഇത് കേട്ടിട്ട് രഹസ്യമായിട്ട് രാജാവിനോട് ഒരു പഴയ കഥ പറഞ്ഞു കൊടുത്തു. രാജാവേ, അങ്ങ് ഒരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പണ്ട് അംഗരാജാവായിട്ടുള്ള രോമപാദൻ കുറേയധികം അധർമ്മങ്ങൾ ചെയ്തു. നന്നായിട്ടല്ലായിരുന്നു, നല്ല രാജാവായിട്ടല്ല ആദ്യകാലത്ത് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. ഈ രോമപാദ രാജാവിൻ്റെ ഭരണം കാരണം അംഗരാജ്യത്ത് മഴ ഇല്ലാതായി. അങ്ങനെ എന്താണ് മഴയുണ്ടാവാൻ വേണ്ട? മഴയില്ലെങ്കിൽ മൊത്തം പ്രശ്നമായി. വെള്ളമില്ല, സസ്യജാലങ്ങളില്ല, അതൊന്നുമില്ല, ആർക്കും വെള്ളം കുടിക്കാനും വേണ്ടത്ര ഇല്ല. ഇങ്ങനെ ആയപ്പോൾ എന്തു പറഞ്ഞു? ചിലരൊക്കെ ഉപദേശിച്ചു, പുരോഹിതന്മാർ ഋഷ്യശൃംഖനെ കൊണ്ടുവരണം. ആ ഋഷ്യശൃംഖനെ കൊണ്ടുവന്നാലേ മഴയുണ്ടാവുള്ളൂ, അവിടെ മഴ പെയ്യിക്കണം, അതിന് ഋഷ്യശൃംഖൻ വരണം. അത്ര വേഗമൊന്നും അദ്ദേഹം വരികയും ഇല്ല. അങ്ങനെ വിഭാണ്ഡകൻ്റെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഖനെ പലതരത്തിലുള്ള ഗണികകളായിട്ടുള്ള സ്ത്രീകളെ അയച്ചു, വേശ്യ സ്ത്രീകളെ അയച്ച് ആ സ്ത്രീകൾ പോയിട്ട് സ്വാധീനിച്ചു. അതിൽ വർത്തമാനമൊക്കെ പറഞ്ഞു, പഴങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹം ചില പഴങ്ങൾ ഇവർക്കും കൊടുത്തു. വീണ്ടും പല പ്രാവശ്യം ഇങ്ങനെ കണ്ടു. അങ്ങനെ ആ ഋഷ്യശൃംഖനെ കൊണ്ടുവന്നു. അങ്ങനെ തൻ്റെ മകളായിട്ടുള്ള ശാന്തയെ വിവാഹവും കഴിപ്പിച്ചു. മഴ പെയ്യുകയും ചെയ്തു. ഋഷ്യശൃംഖൻ വന്നതോട് കൂടിയിട്ട് മഴ പെയ്യുകയും ചെയ്തു. അങ്ങനെ സുഖമായിട്ട് ശാന്തയുടെ ഭർത്താവായിട്ട് ഋഷ്യശൃംഖൻ ആ അംഗരാജ്യത്ത് സുഖമായിട്ട് കൂടുകയാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ ദശരഥ മഹാരാജാവിന് പുത്രകാമേഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ഈ ഋഷ്യശൃംഖനെ ആനയിച്ച് കൊണ്ടുപോകും. മഴ പെയ്യുകയും ചെയ്തു, ആ രാജ്യത്തെ പ്രശ്നം ചെയ്യുകയും ചെയ്തു, അംഗരാജ്യത്തെ പ്രശ്നം തീരുകയും ചെയ്തു. അപ്പോൾ സനൽകുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി പ്രവചിച്ചിട്ടുണ്ട്, പിന്നീടൊരു ഘട്ടത്തിൽ ദശരഥ മഹാരാജാവ് വരും, അങ്ങയോട് ഋഷ്യശൃംഖനെ ശാന്തയോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അങ്ങ് സമ്മതിക്കണം, അതോടു കൂടിയിട്ടാണ് രാമാവതാരം ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പുത്രകാമേഷ്ടിയും അശ്വമേധത്തിനും സനൽകുമാരൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് പോയിട്ട് ക്ഷണിക്കുകയും രോമപാദ മഹാരാജാവ് നൽകുകയും ചെയ്യും എന്ന്. ഇത് പണ്ട് പ്രവചിച്ച കാര്യമായതുകൊണ്ട് രാജാവേ അങ്ങ് ഒരിക്കലും സംശയിക്കേണ്ട. എന്ത് ചെയ്യണം? രോമപാദ മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് ധൈര്യമായിട്ട് ഋഷ്യശൃംഖനെ ചോദിക്കൂ. അങ്ങനെ ഋഷ്യശൃംഖനെ ആചാര്യനായിട്ട് വേണം പുത്രകാമേഷ്ടി നടത്താൻ. അങ്ങനെ അയാൾ അങ്ങക്ക് 4 പുത്രന്മാരുണ്ടാവും. ഇതിൽ മടിക്കേണ്ട കാര്യമില്ല. കേട്ട സമയത്ത് ദശരഥ മഹാരാജാവ് അംഗീകരിച്ചു. വേഗം എന്ത് ചെയ്തു? രോമപാദ രാജാവിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അവിടെ ശാന്ത എന്ന തൻ്റെ പുത്രിയുമായിട്ട് ഋഷ്യശൃംഖ മഹർഷി സുഖമായിട്ട് വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഋഷ്യശൃംഖനെ എനിക്ക് തരണം തൽക്കാലം, സ്ഥിരമായിട്ടൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ മഹർഷി അവിടെ പുത്രകാമേഷ്ടി നടത്താൻ വേണ്ടി ആചാര്യനായിട്ട് ഋഷ്യശൃംഖനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്നങ്ങനെ പറഞ്ഞപ്പോൾ രോമപാദ മഹാരാജാവ് യാതൊരു തടസ്സവും പറഞ്ഞില്ല. ഋഷ്യശൃംഖൻ്റെ കേമത്വം അല്ലെങ്കിൽ മഹത്വം തനിക്ക് അനുഭവപ്പെട്ടതാണ്. മഴയില്ലാത്ത കാലത്ത് മഴ പെയ്യിച്ച് തൻ്റെ രാജ്യത്തെ പ്രശ്നം പരിഹരിച്ച ആളാണ് തൻ്റെ മരുമകൻ, അതായത് പുത്രിയായിട്ടുള്ള ശാന്തയുടെ ഭർത്താവ്. ഇന്ന് രാത്രി ഇവിടെ വസിച്ച് നാളെ അങ്ങ് എൻ്റെ ആ പുത്രി ഭർത്താവിനെ കൊണ്ടുപോയിക്കോളൂ എന്ന് രോമപാദ മഹാരാജാവ് പറഞ്ഞു. ശരഥൻ പറഞ്ഞു, അങ്ങും വരണം. ഋഷ്യശൃംഖനും ശാന്തയും മാത്രം പോരാ, അങ്ങും എൻ്റെ രാജ്യത്തേക്ക് വരില്ലേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിച്ചാൽ ആരാണ് അങ്ങയുടെ രാജ്യത്തേക്ക് വരാതിരിക്കുക എന്നങ്ങനെ പറഞ്ഞതോടു കൂടിയിട്ട് ആ ഋഷ്യശൃംഖനെ പണ്ട് കൊണ്ടുവന്ന് ആനയിച്ചതായിട്ടുള്ള കഥകളെല്ലാം പറഞ്ഞു. ആ ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പുത്രകാമേഷ്ടി നടത്താൻ ഋഷ്യശൃംഖനെ ആചാര്യനായിട്ട് അങ്ങനെ ഭരിക്കണു. ആ ഋഷ്യശൃംഖനെ ആചാര്യനായിട്ട്
വരിക്കുകയാണ്. ആ ഋത്തിക്ക് വരണം എന്ന് പറയും, ആചാര്യനായിട്ട് വരിക്കുക മുതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് തുടർന്നുള്ള ഭാഗത്ത് പറയുന്നത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതദ്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.